നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 3 BHK എന്ന തമിഴ് സിനിമയുടെ വിശേഷമാണ്. 2 മണിക്കൂർ 20 മിനിറ്റുള്ള സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ശ്രീ ഗണേഷ്. ആമസോൺ പ്രൈമിൽ കൂടിയായിരുന്നു 2 ആഴ്ച മുന്നേ സിനിമയുടെ OTT റിലീസ്. ശരത് കുമാർ, ദേവയാനി, മീഥ രഘുനാഥ്, പിന്നെ സിദ്ധാർത്ഥ്, യോഗി ബാബു, ചൈത്ര, ഇത്രയും പേരാണ്, 5 പേരാണ് ഇതിനകത്ത് മെയിൻ കഥാപാത്രങ്ങൾ. 5-6 പേരാണ് സിനിമയിലെ മെയിൻ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നത്. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ അബ്സല്യൂട്ട്ലി ബ്രില്യൻ്റ് എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. തമിഴ് സിനിമയാണെന്ന് വിചാരിച്ച് മിസ്സാക്കല്ലേ, ഡെഫിനറ്റ്ലി അതൊരു വലിയ മിസ് തന്നെയായിരിക്കും. കാരണം മസ്റ്റ് വാച്ച് ആയിട്ടുള്ള മൂവി. ഒരു മിഡിൽ ക്ലാസ് ഫാമിലി കടന്നു പോകുന്ന എല്ലാ അവസ്ഥകളും 2-3 കഥാപാത്രങ്ങളോട് നമ്മളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത സിനിമ. അതായത് ഒരു സിനിമ തുടങ്ങി ചിലപ്പോൾ 10-20 മിനിറ്റ് എടുക്കും ആ സിനിമ ഒന്ന് ട്രാക്കിലേക്ക് ആവാനും നമ്മളുടെ ഉള്ളിലോട്ട് കണക്ട് ആവാനും. ഈ സിനിമയിൽ അങ്ങനെയല്ല. അത് ഫസ്റ്റ് ഷോട്ട് മുതൽ നമ്മളിലേക്ക് നമുക്ക് ആ ഹുക്ക് നമ്മളെ കണക്ട് ചെയ്യാണ്. പിന്നെ സിനിമ അവസാനിക്കണ വരെ, സിനിമ അവസാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ സന്തോഷവും കൊണ്ടുവരും. ഇതിനിടയ്ക്ക് നമ്മൾ സിനിമ കരയിക്കും, നമ്മളെ ഇമോഷണലാക്കും, ചിരിപ്പിക്കും. എല്ലാ വളരെ റിയലിസ്റ്റിക് ആയിട്ട് എടുത്തു വെച്ചു. അതായത് നമ്മൾ സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു പരിപാടി അതിനകത്ത് കണ്ടില്ല. റിയലിസ്റ്റിക് ആയിട്ട് ഒരു റിയൽ ലൈഫാണ് ആ സിനിമയിൽ കാണിച്ചു തരുന്നത്. ഒരു കുടുംബം, ശരത് കുമാറിൻ്റെയും അല്ലെങ്കിൽ ദേവയാനയുടെയും കുടുംബം, 2 മക്കളുള്ള കുടുംബം ഒരു നഗരത്തിലേക്ക് വരുവാണ്. 2007 മുതൽ 2027 വരെയുള്ള കാലഘട്ടമാണ് കാണിക്കുന്നത്. അവർക്കൊരു വീട് വാങ്ങണം, അതാണ് അവരുടെ ലക്ഷ്യം. അവരുടെ കയ്യിൽ വളരെ ചെറിയ പൈസയേ ഉള്ളൂ. അവർ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ പല പല കാര്യങ്ങൾ ചെയ്ത് പൈസ കൂട്ടി വയ്ക്കുമ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം വരും. അത് കഴിഞ്ഞിട്ട് അവർക്ക് വീണ്ടും ആ പൈസ എടുത്ത് ചിലവാക്കേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്നേന്ന് ചെയ്ത് വരുമ്പോൾ വേറെ എന്തെങ്കിലും ഒരു ആവശ്യം വരും. സത്യം പറഞ്ഞാൽ നമ്മളുടെ ഒക്കെ ലൈഫുമായിട്ട് വളരെ റിലേറ്റബിൾ ആയിട്ടൊരു സബ്ജക്റ്റാണ് അത്. എനിക്ക് അങ്ങനെ വളരെ മനോഹരമായിട്ട് തോന്നി. കാരണം ഒരുപാട് പേരുടെ ആഗ്രഹമാണ് ഒരു സ്വന്തമായിട്ട് വീട് വെക്കണം എന്നുള്ളത്. അത് വളരെ അംബീഷനായിട്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ട്. ആ അങ്ങനെ തന്നെ ആ ഒരു അംബീഷനുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ചെറിയ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. ഈ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ഈ അപ്പന് ശരിക്കും ആ മകനെക്കുറിച്ചൊരു പ്രതീക്ഷയുണ്ട്, മകളെക്കുറിച്ചൊരു പ്രതീക്ഷയുണ്ട്. എന്നാൽ മകനോ മകളോ അതിനനുസരിച്ച് ചെയ്യാണ്ട് വരുമ്പോൾ സാരമില്ലടാ പോട്ടെ എന്ന് പറഞ്ഞ് കൂടെ നിർത്തുന്ന ഒരു മാതാപിതാക്കൾ, അതൊക്കെ ഭയങ്കര കിടിലമായിട്ടാണ് എനിക്ക് തോന്നിയത്. സാധാരണഗതിയിൽ ശരിയാണ്, അവർക്ക് എല്ലാ നിരാശകളും അല്ലെങ്കിൽ തോൽവികളും പരാജയങ്ങളും എല്ലാം വരുമ്പോൾ എല്ലാ നിരാശകളും അവർ കാണിക്കുന്നുണ്ട്. എങ്കിലും മുന്നോട്ട് തോൽക്കാതെ മുന്നോട്ട് എന്ന് പറയുന്ന രീതിയിൽ മുന്നോട്ട് പോയി അവരത് അച്ചീവ് ചെയ്യുന്നതാണ്. കുറേ വർഷങ്ങളെടുത്ത് എഫേർട്ട് എടുത്തിട്ടാണ് ഇതെല്ലാം സംഭവിക്കണേ. എങ്കിലും അത് അവസാനം അവർ അച്ചീവ് ചെയ്യുന്നതാണ് സിനിമ കാണിക്കുന്നത്. ഇത് പറയുമ്പോൾ വളരെ സിമ്പിളായിട്ട് കാണിച്ചു, പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാം പറഞ്ഞപ്പോൾ നിങ്ങൾ സിനിമ കാണുന്നതിൽ കാര്യമില്ല. മിസ്സാക്കരുത്. മിസ്സാക്കിയാൽ നിങ്ങൾക്ക് തന്നെയാണ് ഇത് മിസ്സാവുന്നത്. കാരണം ഒരു 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 +1, അതായത് സിദ്ധാർത്ഥിൻ്റെ ക്യാരക്ടർ എടുത്താൽ +1 മുതൽ എൻട്രൻസ് എക്സാം മുതൽ എൻജിനീയറിങ്ങിന് പോകുന്നത് പോലെ എൻജിനീയറിങ്ങിൻ്റെ ഡിഗ്രി മുതൽ പഠനം, കൂട്ടുകാർ, അതിനുശേഷം പ്ലേസ്മെൻറ്റ്, അതിനുശേഷം പിന്നെ ജോലിക്ക് കയറുന്നത്, ജോലിയിൽ കണ്ടിന്യൂ ചെയ്തു പോകുമ്പോഴുള്ള കാര്യങ്ങൾ, എല്ലാ സാധനങ്ങളും ഇതൊരു ആദ്യത്തെ ഒരു 1.5 മണിക്കൂർ കൊണ്ട് ഈ സംഭവം ഒരു ചിത്രം വരച്ചതുപോലെ കാണിച്ചു തരിക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമില്ല. ശ്രീ ഗണേഷാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. അബ്സല്യൂട്ട്ലി ബ്രില്യൻ്റ് ആയിട്ടുള്ള ഡയറക്ഷനാണ്, ഒന്നും പറയാനില്ല. കിടിലം എന്നല്ലാണ്ട് ഒന്നും പറയാനില്ല. ബെസ്റ്റ് ഫിലിം ഓഫ് ദിസ് ഇയർ എന്ന് ഞാൻ പറയാൻ പറ്റും. കാരണം ഞാൻ തുടരും കണ്ടതാണ്, ടൂറിസ്റ്റ് ഫാമിലി കണ്ടതാണ് ഈ കൊല്ലത്തെ. അതിനുശേഷം കണ്ട സിനിമയാണ്, ഈ ഫാമിലി മൂവിയാണിത്. പക്ഷേ 3 BHK ഇസ് ദ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റും. കാരണം എന്നെ സിനിമ കരയിച്ചു, ചിരിപ്പിച്ചു, വിഷമിപ്പിച്ചു, ഇമോഷണലാക്കി, നൊസ്റ്റാൾജിയ കൊണ്ടുവന്നു. എല്ലാ ഇമോഷൻസിൽ കൂടെ എന്നെ കടത്തിവിടാൻ സാധിച്ചു. എൻ്റെ അഭിപ്രായം മാത്രമാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ വേറെ അഭിപ്രായമായിരിക്കും. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് അറ്റ്ലീസ്റ്റ് കുറച്ച് ആളുകൾക്കെങ്കിലും ഡെഫിനറ്റ്ലി എന്നെ പോലെ ഈ സിനിമ കണക്ട് ആവാൻ സാധിക്കും. കാരണം നമ്മുടെ ലൈഫുമായിട്ട് ഒരുപാട് റിലേറ്റ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണിത്, വീട് വാങ്ങുന്നതും എല്ലാം. ഇനി പെർഫോമൻസുകൾ പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസ് ഒന്നും പറയാനില്ല, അബ്സല്യൂട്ട്ലി ബ്രില്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് സിദ്ധാർത്ഥിൻ്റെയാണ്. കാരണം ഒരു സ്കൂൾ കുട്ടിയുടെ ആ ഒരു ക്യാരക്ടർ മുതൽ ഏകദേശം 11ാം ക്ലാസ് മുതൽ ഏകദേശം 40 വയസ്സ് വരെ, അതായത് 2004 മുതൽ 2027 വരെയുള്ള കാലഘട്ടമാണ് കാണിക്കുന്നത്. ആ കാലഘട്ടം മൊത്തം സിദ്ധാർത്ഥ് വളരെ മനോഹരമായിട്ട്, സ്കൂൾ കുട്ടിയുടെ ആ ഒരു എക്സ്പ്രഷൻസ് ഉൾപ്പെടെ വളരെ മനോഹരമായിട്ട് കാണിച്ചെന്ന് എല്ലാ രീതിയിലും നമ്മളെ എൻഗേജ് ചെയ്യിച്ച പെർഫോമൻസ് ആയിരുന്നു സിദ്ധാർത്ഥിൻ്റെ. എനിക്ക് തോന്നുന്നു ചിത്ത കഴിഞ്ഞിട്ട് പുള്ളിക്ക് കിട്ടിയ ഏറ്റവും മനോഹരമായ കഥാപാത്രമാണ്. കിടിലം എന്നല്ലാണ്ട് കിടിലം പെർഫോമൻസ് ആണ്. പിന്നെ രണ്ടാമത് എന്നെ ഞെട്ടിച്ച് കളഞ്ഞ പെർഫോമൻസ് ആരുടെ എന്ന് വെച്ചാൽ ശരത് കുമാറാണ്. എൻ്റെ അമ്മോ, ശരത് കുമാർ സാധാരണ ഇങ്ങനെ ഒരു പെർഫോം ചെയ്യുന്ന റോളുകളൊന്നും ഞാൻ അധികം കാണാറില്ല. പക്ഷേ ഇതിനകത്ത് ശരത് കുമാർ കിടിലമായിരുന്നു വെച്ചാൽ കിടിലം പെർഫോമൻസ് ആയിരുന്നു. സൂപ്പർ എന്നല്ലാണ്ട് വേറെ ഒന്നും പറയാൻ പറ്റില്ല. ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന പെർഫോമൻസ്, സിദ്ധാർത്ഥിൻ്റെ ഒപ്പത്തിനൊപ്പം നിന്ന പെർഫോമൻസ്. ദേവയാനി ആ കഥാപാത്രത്തിനോട് 100% നീതി പുലർത്തുന്ന ഒരു ഇതാണ്. കാരണം ബാക്കിയുള്ളവരെ പോലെ അത്രയും പെർഫോം ചെയ്യാനില്ല. പക്ഷെ അവരവരുടെ റോള് വളരെ നിഷ്കളങ്കമായ ഒരു വീട്ടമ്മയായിട്ട് അവരവരുടെ റോള് കൈകാര്യം ചെയ്തു.
പിന്നെ പെങ്ങളായിട്ട് അഭിനയിച്ച മീഥ രഘുനാഥ്, ബ്രില്യൻ്റ് ആക്ട്രസ്സാണ് അവർ. എന്ത് ബ്രില്യൻ്റ് ആയിട്ടാണ് അവർ അവരുടെ ക്യാരക്ടറൈസേഷനും അടിപൊളിയാണ്, പെർഫോം ചെയ്ത രീതിയാണ്. ഒരു പർട്ടിക്കുലർ സീനിലെ ഒരു പെർഫോമൻസിന് സ്കോപ്പുള്ള ഒരു സീനുണ്ട്, അതിലവർ തകർത്ത് കളഞ്ഞു എന്നല്ലാണ്ട് വേറെ ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഡിസിഷൻ എടുക്കേണ്ട സമയത്ത് ഇതിനകത്ത് പ്രണയമുണ്ട്, നഷ്ടപ്രണയങ്ങളുണ്ട്, അല്ലെങ്കിൽ ആ പ്രണയം തിരിച്ചു പിടിക്കാൻ നോക്കുന്നത് എല്ലാം ഉണ്ട്. എല്ലാത്തിൻ്റെ ഒരു കംപ്ലീറ്റ് പാക്കേജാണ് സിനിമ. ശരിക്കും ചൈത്ര ചെയ്ത ഐഷു എന്ന കഥാപാത്രം വളരെ മനോഹരമായിരുന്നു. എത്ര മനോഹരമായിട്ട്, അതായത് ആ ഒരു കഥാപാത്രത്തോട് 100% നീതി പുലർത്തുന്ന രീതിയിലാണ് ചൈത്ര റോൾ ചെയ്തത്. പിന്നെ യോഗി ബാബുവിൻ്റെ പെർഫോമൻസ് ഇടയ്ക്കിടയ്ക്കാണെങ്കിലും യോഗി ബാബു വന്നത് സമയത്തൊക്കെ നല്ല രസമുണ്ടായിരുന്നു. കാരണം ഇത് സിനിമയുടെ ഇമോഷൻസ് വേറെ രീതിയിലിരിക്കുമ്പോൾ യോഗി ബാബുവിൻ്റെ ചെറിയ ചെറിയ കൗണ്ടറുകൾ പോലും നമ്മൾ ഒരു ഐസ് ബ്രേക്കിംഗ് പോലെയായിരുന്നു. നല്ല രസമായിട്ട് യോഗി ബാബു അത് പെർഫോം ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഈ 4-5 കഥാപാത്രങ്ങളാണ് പെർഫോമൻസ് പറയുന്നത് ഒന്നും പറയാനില്ല. നാച്ചുറലായിട്ട്, അതായത് സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു പരിപാടിയില്ല. നമ്മുടെ ജീവിതം എന്താണോ അത് വരച്ച് കാണിക്കുന്നത് പോലെ മനോഹരമായിട്ട് എടുത്ത ഒരു സിനിമ. ഞാൻ വീണ്ടും പറയുന്നു, തമിഴ് സിനിമയാണെന്ന് വിചാരിച്ച് ഒഴിവാക്കരുത്. തമിഴ് നമുക്ക് മനസ്സിലാവുന്ന വളരെ സിമ്പിളായ തമിഴാണ്. എനിക്ക് മനസ്സിലായി ഈസി ആയിട്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. വളരെ ഈസി ആയിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ആവുന്നതിൽ വളരെ ഭയങ്കര വലിയ ടഫായിട്ടുള്ള ഒരു തമിഴൊന്നുമല്ല. സോ ഡെഫിനറ്റായിട്ടും മിസ്സാക്കരുത്. മിസ്സാക്കിയാൽ നിങ്ങൾക്കാണത് മിസ്സാവുന്നത്. മിസ്സാക്കാണ്ട് മസ്റ്റ് വാച്ചായിട്ട് കാണേണ്ട ഒരു മൂവിയാണ് 3 BHK. അപ്പോൾ കണ്ടു നോക്കൂ, കണ്ടിട്ട് വിശേഷങ്ങൾ അറിയിക്കൂ. മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വേറൊരു ദിവസം വരാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ആൻഡ് താങ്ക് യു ഫോർ ഓൾ ദ സപ്പോർട്ട്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.